Now the time is 11, 12 actually, and me and my mother alone here. Okay, we are here. No bastards are will come here. Okay. അവൻ ഇവിടെ വരത്തില്ല. ഇവിടെ എൻ്റെ അമ്മയും ഞാനുമാണ് കണ്ടാണ്ടല്ലോ, വേറെ ആരുമില്ല. ഇതെൻ്റെ വീട്. ഒരു ചീപ്പെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടോട്ടങ്ങ് അവൾ വരത്തില്ല. അവൾ ഈ വഴിയാണ് പോകുന്നത്. അവർ ഈ വഴിയെ ഇങ്ങനെ എവിടെയോ പോയിട്ട് അവൾക്ക് ഈ വഴിയെ പോക്ക് വരത്തുള്ളൂ. ഇപ്പം പുതിയൊരു വഴി അവൾക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ കയറി പോവാം. നമ്മളെങ്ങും പോകത്തില്ല. ഇതാണ് എൻ്റെ വീട്. 11, 12. പിന്നെ ഞങ്ങളെൻ്റെ വീട്ടിലാണ്, സഹദേവ മന്ദിരത്തിലാണ്, കണ്ടടമൊന്നുമല്ല. പിന്നെ അങ്ങ് ഡ്രാമ കാണിക്കാനായിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ അങ്ങ് വരിക, ഡ്രാമയ്ക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കുക. എന്തോ ഡ്രാമയാണെന്നറിയത്തില്ല. ഞങ്ങളുടെ വീട്ടിലാണ് ഞാനിരിക്കുന്നത്, എൻ്റെ വീട്ടിൽ സഹദേവ മന്ദിരത്തിൽ. അതില്ലേ, ഇതൊന്നും ഒരു പട്ടി ഇവിടെ ഒന്നും ഇരിക്കത്തില്ല. ഇവിടെ ഇങ്ങനെ കസേരയിട്ട് ഇവിടെ ഒന്നും ഇരിക്കാൻ ആരുമില്ല. ഇവിടെ ഇങ്ങനെ കസേരയിട്ട് ആരും ഇരിക്കുന്നില്ല. അതുപോലെ ഇവിടെയും ആരും ഇരിക്കുന്നില്ല. മനസ്സിലായില്ലേ കേട്ടോ? ഇവിടെ ഞാനും എൻ്റെ അമ്മയും ഒക്കെ ഇരിക്കത്തുള്ളൂ. പിന്നെ ഞങ്ങളെ വെച്ച് ഇത് കോമ്പൻസേഷൻ കഥ ഉണ്ടാക്കണം. ബ്രേക്കപ്പ് കോമ്പൻസേഷൻ, പുതിയ പൈസ ഉണ്ടാക്കുന്ന പരിപാടി. ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ബ്രേക്കപ്പ് കോമ്പൻസേഷൻ പോലും ബ്രേക്കപ്പ് കോമ്പൻസേഷൻ വാങ്ങിക്കുക ജോലി. ബ്രേക്കപ്പ് കോമ്പൻസേഷനുമായിട്ട് നടക്കുക കുറേ എണ്ണം, നാണോ മാനോ ഇല്ലാത്തവളുമാർ. നീയൊക്കെ പോയി ആണുങ്ങളെ പിടിച്ച് ബ്രേക്കപ്പ് ഉണ്ടാക്കടി, അല്ലേ? ഇവളുമാരൊക്കെ പോയി ആണുങ്ങളെ പിടിച്ച് ബ്രേക്കപ്പ് ഉണ്ടാക്കിയാൽ മതി. ഞങ്ങളെ വെച്ച് കഥയൊന്നും ഉണ്ടാക്കണ്ട. എൻ്റെ അമ്മ 1967 കോമ്പൻസേഷൻ വാങ്ങിച്ചിരുന്നു. ഒരു ബാലെന്ന് പറയുന്ന ഒരു തെണ്ടിയോട്, ഏതോ ഒരു തെണ്ടി, കുളനടക്കാരൻ ബാല്. ഇതിൽ കുറേ നടന്നത് ഇവളുമാരിങ്ങനെ കുറേ കഥയുണ്ടാക്കി. രാജേഷ് എന്ന് പറയുന്നവനൊരു പത്തനംതിട്ട പഠിക്കാനെങ്ങാണ്ട് പോയി അവനൊരു കല്യാണം കഴിച്ച ഒരു പാമ്പിടിച്ച പെണ്ണിനെ, ഒരു പട്ടാളക്കാരൻ്റെ പെണ്ണിനെ പ്രേമിപ്പിക്കുകയോ അതാണ്ടൊക്കെ ചെയ്തേച്ച് അവൻ്റെ വീട്ടിൽ നിന്ന് പട്ടാളക്കാരനെല്ലാം കൂടെ വന്നു. ഇതെല്ലാം വലിയ ഡ്രാമയാണ്. ആ പാമ്പിടിച്ച പെണ്ണ് ഇവനിങ്ങനെ നടക്കുക. രാജേഷ് വല്യത്തിലീലയുടെ മോൻ. അതുപോലെ പിന്നെ ജയ ഇതുപോലെ കുറേ ഇതാക്കിയിട്ടുണ്ട്. ജയ 10ാം ക്ലാസ്സിന് മുന്നേ ഇങ്ങനെ നടന്നതാണ്. കുറേ കണ്ടവൻ്റെ മോതിരം വാങ്ങിച്ചെന്നോ ഏതോ ഒരു ഡ്രൈവറിൻ്റെ മോതിരം വാങ്ങിച്ചെന്നിട്ട് ഇവളെ കൊണ്ടുവന്ന് വല്യത്തെ റോഡിൽ കൂടി ഇവൻ പോകുമായിരുന്നു. അപ്പോഴത്തേനും ലീലയും മറ്റവളും മറിച്ചവരും എല്ലാം കൂടെ അരിവാൾ വെച്ച് ചാടുമായിരുന്നു. ഭയങ്കര കഥകളാണ് വല്യത്ത് കുടുംബത്തെ കഥകൾ. അതുപോലെ ഇങ്ങനെ നടക്കുക. വല്യത്തെ അവളുമാർ നമ്മളെക്കുറിച്ച് കഥയുണ്ടാക്കാൻ, നമ്മുടെ ഇങ്ങനെ പൈസ ഉണ്ടാക്കി ഇങ്ങനെ അതിരുന്ന ഇവളുമാർ. ജലജ എന്ന് പറയുന്ന ഒരുത്തി, അവളെ ഭർത്താവും കുറേ നമ്മളെ പറഞ്ഞതാണ്. അവളുമാർ കുറേ നടത്തിയതാണ് ഇവളുമാർ നമ്മുടെ ഇതിൽ. കുറേ അവിടെ ഒരു ഭർത്താവുണ്ട്, ഒരു സോമൻ, ഏറ്റുമാനൂക്കാരനൊരു സോമൻ നമ്മളെ കുറേ പറഞ്ഞതാണ്. ഇതുപോലെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോഴല്ല മനസ്സിലാവുന്നത്. മനസ്സിലായില്ലയോ? ഇങ്ങനെ നടക്കുക കുറേ വെറും തേർഡ് റേറ്റ് ബാസ്റ്റേഡ്സ് ഇങ്ങനെ. പിന്നെ ഈ വല്യത്ത് ഏറ്റുമാനൂക്കാരൻ സോമൻ ഒരു ജലജയുടെ കൂടെ പഠിപ്പിക്കുക എന്നൊക്കെയാണ് പറയുന്നത് ഇവളുമാർ. എന്നിട്ട് അവിടെ കൂടെ പഠിപ്പിച്ച ഒരു ലീല എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരത്തുകാരിയാണ്. എന്തുവാന്ന് എഴുത്തുകാരി, നാലാഞ്ചിറ അതാണ്ട് ഒരുത്തി ഉണ്ടായിരുന്ന ഒരു ലീല, അവിടെ കൂടായിരുന്നെന്നാണ് പറയുന്നത്. ഇങ്ങനെ പല പല കഥകളാണ്. ഇങ്ങനെ ബ്രേക്കപ്പ് കഥകൾ, മറ്റേ കഥകൾ, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കഥകളുണ്ടാക്കുക. ഇങ്ങനെ പുട്ടടിക്കുക. എന്നിട്ട് കോമ്പൻസേഷൻ, മറ്റേ സേഷൻ, ഒത്തിരി സേഷനും കൊണ്ട് നടക്കുക ഇവളുമാർ. ബ്രേക്കപ്പ് കോമ്പൻസേഷൻ പോലും ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് നടക്കുക, പുട്ടടിക്കാൻ നടക്കുക. നമ്മുടെ വീട്ടിൽ മര്യാദയ്ക്ക് ഇരിക്കുന്നത് കണ്ടോ? ഇവിടെ ഒന്നും ഒരവനും ഇല്ല. എന്നിട്ട് എന്തുവാണ് കഥകളുണ്ടാക്കുക. നമ്മൾ ആരാൻ്റെ കൂടി ഇരിക്കുന്നത്, കോമ്പൻസേഷൻ ഏതോ ആണുങ്ങൾ ഇങ്ങോട്ട് വരുന്നു. ഞങ്ങളുടെ ഗേറ്റെല്ലാം പൂട്ടി കിടക്കുക. ആണുങ്ങളെയൊന്നും പിടിക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് മുകേഷ് കുമാർ, മുക്കും ഗുജർ, രാജസ്ഥാൻ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് 60 വയസ്സ്, അദ്ദേഹത്തിന് 30 വയസ്സ്. എൻ്റെ വയസ്സിന് വർഷം തോറും ഡബിൾ കൂടും. മനസ്സിലായി? ഇനി 62 ആവും. അങ്ങനെ ഓരോ വർഷവും 2 വീതം കൂടും. മുക്കുമിന് എന്നും 30 തന്നെ ഇരിക്കുകയും ചെയ്യും. വല്ലവർക്കും വല്ല കുഴപ്പമുണ്ടോ? അപ്പോൾ ഇതാണ് സത്യസന്ധമായ കാര്യങ്ങൾ കേട്ടോ. ഇവിടെ കാറൊന്നും വരാനില്ല. നമുക്ക് കാറൊന്നും ഇവിടോട്ട് വരത്തില്ല. ഇവിടെ കാറൊന്നും വരാനില്ല. കണ്ടല്ലോ, ഇവിടെ കാറും കീറുമൊന്നും കയറി വരത്തില്ല. ഒരു കാറും കയറി വരത്തില്ല. ഇവിടെ കാറൊന്നുമില്ല. ഞാനിവിടെ എൻ്റെ അമ്മയുടെ ഇവിടെ വേണ്ട, എൻ്റെ അമ്മ ഇവിടെ നിൽക്കുന്നു, ഞാനും ഇവിടെ നിൽക്കുന്നു. ഞങ്ങളതെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ. കണ്ടല്ലോ ലോക്ക്. ഇവിടെ ഒന്നും കാറും കീറുമൊന്നുമില്ല. ഇപ്പം 11, 16 കാറുമൊന്നുമില്ല കേട്ടോ. കാറൊന്നും വരാനില്ല. കാറുള്ളവന്മാരൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. കാറുള്ളവന്മാരൊന്നും ഇങ്ങോട്ട് കയറ്റുന്നുമില്ല. ഇന്ന് 10 മാർച്ച്.